എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള തെർമോഡൈനാമിക്സിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് വീഡിയോ ആണ് കേട്ടോ ഉടനെ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തന്നെ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട്, അതായത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏത് പോർഷനിൽ നിന്നാണ് വരണേന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ആ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആ വീഡിയോയിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫുൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള കാരണം ഞാൻ ആ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ അത് ഏതൊക്കെ ഇയറിലാണെന്നുള്ളത് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ, ഇൻ എ പ്രോസസ് 701 joule of heat is absorbed by a system and 394 joule of work is done by the system. The change in internal energy for the process is July 2019 ചോദിച്ചതാട്ടോ. അതായത് തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വർക്ക് ഡണ്ണും ഹീറ്റൊക്കെ നെഗറ്റീവ് സൈനാണോ പോസിറ്റീവ് സൈനാണോ എന്ന് വരാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസിൽ ബൈയും അബ്സോർബ്ഡ് ആണോ അതോ റിജക്റ്റഡ് ആണോ അങ്ങനെയൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് ശ്രദ്ധിച്ച് വായിക്കണം തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു പ്രോസസ്സിൽ 701 ജൂൾ ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തു എന്നാണ് പറയുന്നത്. ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ക്യൂ പോസിറ്റീവും റിജക്റ്റ് ചെയ്യുമ്പോൾ ക്യൂ നെഗറ്റീവാണ്. പിന്നെ 394 ജൂൾ ഓഫ് വർക്ക് ഇസ് ഡൺ ബൈ ദ സിസ്റ്റമാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ നെഗറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇവിടെ തന്നേക്കുന്നത് 394 ജൂളാണ്. അപ്പോൾ വർക്ക് ഡൺ മൈനസ് 394 ജൂൾ നമുക്ക് കിട്ടും. കാരണം വർക്ക് ഇസ് ഡൺ ബൈ ദ സിസ്റ്റം ചെയ്യണ വർക്ക് ആയ കാരണം നെഗറ്റീവ്. ഓക്കെ, ഒരു ക്യൂ തന്നിട്ടുണ്ട്, ഡബ്ല്യു തന്നിട്ടുണ്ട്, ഡെൽറ്റ യു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് മൂന്നും റിലേറ്റ് ചെയ്യണ ഇക്വേഷൻ ഏതാ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലേ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ള ഡൗട്ടാണ് ഏത് ഇക്വേഷനാണ് എഴുതേണ്ടതെന്നുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഗിവൺ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇതിപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടില്ല, പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട് അതൊക്കെ എഴുതുക. അപ്പോൾ തന്നത് അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് എഴുതുക. ഡെൽറ്റ യു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ യു ഇക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. തന്നിരിക്കണതും കണ്ടുപിടിക്കാൻ പറഞ്ഞതൊക്കെ കൂടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ എവിടെന്നെങ്കിലൊക്കെ ഓർമ്മ വരും. ഓക്കെ, എന്തായാലും നമ്മൾ പഠിച്ചു കഴിഞ്ഞവരല്ലേ, സോ ഇമ്പ്രൂവ്മെൻ്റ് ആണ് എഴുതണത്. അപ്പോൾ എന്തായാലും ഓർമ്മ വരും. ഒരു പേടിയും പേടിക്കേണ്ട, റിലാക്സ് ചെയ്യുക, അതാണ് വേണ്ടത്. ധൃതി പിടിച്ചാൽ ഒന്നും നടക്കില്ല. റിലാക്സ് ചെയ്യുമ്പോൾ നമുക്ക് തനിയെ എല്ലാം ഓർമ്മ വരും. സോ ബൈ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ഡെൽറ്റ യുവിനും ക്യൂവിനും ഡബ്ല്യുവിനൊക്കെ കണക്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂ എന്ന് പറയുന്നത് 701 ജൂൾ ആണെന്ന് പറഞ്ഞിട്ട് അബ്സോർബ് ചെയ്ത കാരണം അത് പോസിറ്റീവാണ്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് 394 ജൂൾ. മൈനസ് വന്നത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആയ കാരണം. അപ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 701 മൈനസ് 394 ഈക്വൽ ടു 307 ജൂൾ. ഇനി അടുത്തത്, ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് CH4, CO2 and H2O at 298 Kelvin are minus 74.81 kilojoule per mole, minus 393.5 kilojoule per mole and minus 285.8 kilojoule per mole respectively. Calculate the standard enthalpy of reaction CH4 plus 2O2 gives CO2 plus 2H2O. ജൂലൈ 2019 ചോദിച്ച ചോദ്യമാണിത്. അതായത് നമുക്ക് CH4, CO2, H2O ഒക്കെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ട് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണാൻ പറയാണ്. റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എളുപ്പമായി അല്ലേ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എന്താ? സം ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്ട്സ് മൈനസ് സം ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ഷൻ അല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ സിഗ്മ ഡെൽറ്റ എഫ് എച്ച് നോട്ട് പി മൈനസ് സിഗ്മ ഡെൽറ്റ എഫ് എച്ച് നോട്ട് ആർ എന്ന് എഴുതിയാണ്. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റിന് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മാർക്കൊക്കെ നിങ്ങൾക്ക് പോയിട്ടുണ്ടാവുക ഇതുകൊണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും ഫോർമുലാസ് ഉണ്ടെങ്കിൽ അതാത് ഫോർമുലാസ് എഴുതാം. പിന്നെ ഇപ്പോൾ ഫസ്റ്റ് ലോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ബൈ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ലോ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫോർമുല ആണെങ്കിൽ ഏതാ ലോ എന്ന് കൂടി ബ്രാക്കറ്റിൽ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഒരു തരത്തിലും മാർക്ക് പോകാനുള്ള വഴി ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇവിടെ ഫോർമുല എന്ന് പറയുന്നത് ഡെൽറ്റ ആർ എച്ച് നോട്ട് ഇസ് ഈക്വൽ ടു സിഗ്മ ഡെൽറ്റ എഫ് എച്ച് നോട്ട് പി മൈനസ് സിഗ്മ ഡെൽറ്റ എഫ് എച്ച് നോട്ട് ആർ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്നത് ആരാ? കാർബൺ ഡൈ ഓക്സൈഡും H2Oയും അല്ലേ. സോ സിഗ്മ എഫ് എച്ച് നോട്ട് CO2 പ്ലസ് 2 വരാൻ കാരണം എന്താ? 2 വെള്ളം ഉണ്ട് അല്ലേ. സോ 2 ഡെൽറ്റ എഫ് എച്ച് നോട്ട് H2O മൈനസ് ഇനി റിയാക്ടൻറ്റ് സൈഡിൽ CH4ഉം 2 O2. സോ ഡെൽറ്റ എഫ് എച്ച് നോട്ട് CH4 പ്ലസ് 2 ഡെൽറ്റ എഫ് എച്ച് നോട്ട് O2. ഇനി ഡെൽറ്റ എഫ് എച്ച് നോട്ട് ഓഫ് CO2 എന്താ തന്നെയാണ്? അതായത് എൻതാൽപ്പി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CO2 എന്താ തന്നെയാണ്? മൈനസ് 393.5 പ്ലസ് 2 സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ എന്താ തന്നെയാണ്? മൈനസ് 285.8 മൈനസ്
ബ്രാക്കറ്റിൽ. ഇതൊക്കെയാണ് ഇവിടെ കാൽക്കുലേഷൻസിലൊക്കെ മിസ്റ്റേക്ക് വരും. അപ്പോൾ നിങ്ങൾ ബ്രാക്കറ്റ് ഇടുക. ഓക്കെ, മൈനസൊക്കെ കഴിഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല. മൈനസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4 എന്താണ്? -74.81 എന്ന്. അപ്പോൾ -74.81 പ്ലസ് 2 ഇൻറ്റു നമ്മൾക്കറിയാം ഓക്സിജൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആണെന്ന്. സോ 2 ഇൻറ്റു 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -890.29 kJ/mol. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്? ജൂലൈ 2019 മാർച്ച് 2019 ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബി എന്ന് പറയുന്നത് ഫോർ ദ റിയാക്ഷൻ 4FeS plus 3O2G gives 2Fe2O3. The entropy change is -549.4 joule per Kelvin per mole at 298 Kelvin. In spite of the negative entropy change, why is the reaction spontaneous? Given delta H naught is equal to -1648 kJ/mol. അത് ജൂലൈ 2019 മാർച്ച് 2014 ചോദിച്ച ചോദ്യമാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ രണ്ടും കേട്ടോ. എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്നുള്ളത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഇവിടെ വീണ്ടും പറയേണ്ടതെന്നാണ് ഞാൻ ഉദ്ദേശിക്കണേ. ബി എന്ന് തുടങ്ങാം. ബി ഒരു പ്രോബ്ലമാണ്. അതിന് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ്. അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് -549.4 ജൂൾ പെർ കെൽവിൻ പെർ മോളാണ്. ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് 298 കെൽവിൻ. അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ എൻട്രോപ്പി ചേഞ്ച് നെഗറ്റീവാണ്. എൻട്രോപ്പി ചേഞ്ച് നെഗറ്റീവായിട്ടും കൂടി റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയി. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കണത്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഡെൽറ്റ H നോട്ടും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതുക? സ്പോണ്ടേനിറ്റി ഓഫ് എ റിയാക്ഷൻ ഇസ് മെയിൻലി ഡിറ്റർമൈൻഡ് ബൈ ഡെൽറ്റ G നോട്ട് ബൈ ഡെൽറ്റ S. അല്ലേ, നമ്മളൊരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഡെൽറ്റ G നെഗറ്റീവ് ആണോ എന്നാണ് നോക്കുക. അല്ലേ, ഡെൽറ്റ G നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് പ്രോസസ്സ്, പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്, 0 ആണെങ്കിൽ ഇക്വിലിബ്രിയത്തിലാണ് ആ പ്രോസസ്സ്. അല്ലേ, അപ്പോൾ ഇവിടെ ഡെൽറ്റ എസ്സിനെ വെച്ചിട്ടല്ല നമ്മൾ നോക്കണേ. അപ്പോൾ അതാണ് ആദ്യത്തെ സെൻറ്റൻസ് പറയണത്. ഇങ്ങനെ എഴുതണം കേട്ടോ. ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ കാൽക്കുലേഷനിലേക്ക് പോകാൻ പാടുള്ളൂ. ഡെൽറ്റ H നോട്ട് ഇസ് ഈക്വൽ ടു -1648 kJ/mol. അതിന് നമ്മൾ എല്ലാം സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിലേക്ക് ആക്കുക കേട്ടോ. ജൂൾ പെർ മോളാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. എല്ലാം ഒരേ യൂണിറ്റിൽ വരണം. ഇതിപ്പോൾ ഡെൽറ്റ H നോട്ട് കിലോ ജൂളിലാണ്, ഡെൽറ്റ എസ് ജൂൾ പെർ കെൽവിൻ പെർ മോളിലാണ്. അപ്പോൾ ജൂളും കിലോ ജൂളും പറ്റില്ല. ഒന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിനെ സ്റ്റാൻഡേർഡിലാക്കിയാൽ മാറ്റുക. അതായത് കിലോ ജൂളിനെ ജൂളാക്കിയിട്ട് എപ്പോഴും മാറ്റാണ് എളുപ്പം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഡെൽറ്റ H നോട്ടിനെ നമ്മൾ ജൂളാക്കി മാറ്റി. അപ്പോൾ ×10⁻³ വരും. പിന്നെ ഡെൽറ്റ S നോട്ട് എന്ന് പറയുന്നത് -549.4 ജൂൾ പെർ കെൽവിൻ പെർ മോളാണ്. ടി നമുക്ക് തന്നിട്ടുണ്ട് 298 കെൽവിൻ. അപ്പോൾ ഡെൽറ്റ G0 ഇസ് ഈക്വൽ ടു ഡെൽറ്റ H നോട്ട് -T ഡെൽറ്റ S. ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് സ്പോണ്ടേനിറ്റി അറിയണമെങ്കിൽ ഡെൽറ്റ G ആണ് വേണ്ടത്. അപ്പോൾ ഡെൽറ്റ Gയും ഡെൽറ്റ Hഉം ഡെൽറ്റ Sഉം Tയും റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണെന്ന് മനസ്സിലായി. അപ്പോൾ അതേതാ ഇക്വേഷൻ? ഗിബ്സ് ഫ്രീ എനർജി ഇക്വേഷൻ. അപ്പോൾ ഡെൽറ്റ G നോട്ട് ഇസ് ഈക്വൽ ടു ഡെൽറ്റ H നോട്ട് -T ഡെൽറ്റ S നോട്ട്. അപ്പോൾ എല്ലാം സ്റ്റാൻഡേർഡാക്കി തന്നെയാണെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജിയും സ്റ്റാൻഡേർഡ് ആയിരിക്കും. അപ്പോൾ ഈക്വൽ ടു -1648 × 10⁻³ മൈനസ് ബ്രാക്കറ്റിൽ 298 × -549.4 ഈക്വൽ ടു -1811.72 × 10⁻³ ജൂൾ പെർ മോൾ. സിൻസ് ഡെൽറ്റ G നോട്ട് ഇസ് നെഗറ്റീവ്, ദ പ്രോസസ് ഇസ് സ്പോണ്ടേനിയസ്. അപ്പോൾ ഡെൽറ്റ G നോട്ട് നമുക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് ആണെന്ന് കിട്ടി അല്ലേ. അപ്പോൾ പ്രോസസ് സ്പോണ്ടേനിയസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഡെൽറ്റ U ഈക്വൽ ടു മാർച്ച് 2019 ചോദിച്ചതാട്ടോ. അതായത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് ഡെൽറ്റ U എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഡെൽറ്റ U 0 ആയിരിക്കും. ഓക്കെ, ആ നോട്ട് ചെയ്ത് വെച്ചോളൂ. അഞ്ചാമത്തെ, ഗിവ് ദ ക്രൈറ്റീരിയൻ ഓഫ് സ്പോണ്ടേനിറ്റി ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ G ഫോർ എ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. മാർച്ച് 2019 മാർച്ച് 2013 ചോദിച്ചതാണ്. ഇവിടെ എന്താ പറയണതെന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് പ്രഷറും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ് എടുത്തേക്കണേ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസസ്സിൽ ഡെൽറ്റ ജീൻ്റെ ടേംസിൽ എങ്ങനെയാണ് സ്പോണ്ടേനിറ്റീൻ്റെ ക്രൈറ്റീരിയാസ് വരിക എന്നാണ് ചോദിച്ചത്. എളുപ്പമല്ലേ? ആകെ ഒരു കാര്യം പറയണ്ടു. ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ഡെൽറ്റ G ഷുഡ് ബി നെഗറ്റീവ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇത്രേ ഉള്ളൂ. ഡെൽറ്റ ജീൻ്റെ ടേംസിൽ സ്പോണ്ടേനിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ G സ്പോണ്ടേനിയസ് ആവുന്നത് എപ്പോഴാണ്? ഡെൽറ്റ G നെഗറ്റീവ് ആകുമ്പോൾ. അത്രേ ഉള്ളൂ. സോ ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ഡെൽറ്റ G ഷുഡ് ബി നെഗറ്റീവ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാം, പക്ഷേ എത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. ഇനി അടുത്ത സിക്സ്ത് ക്വസ്റ്റ്യൻ, എ പാർട്ട് നോക്കാം. സ്റ്റേറ്റ് ഹെസസ് ലോ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ. മാർച്ച് 2019, ജൂലൈ 2017, ഓഗസ്റ്റ് 2014, സെപ്റ്റംബർ 2012, മാർച്ച് 2009 വരെ ചോദിച്ച ചോദ്യം കേട്ടോ ഹെസസ് ലോ. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിനും അത് പ്രതീക്ഷിച്ചോളൂ. അത് വരും, ഉറപ്പായിട്ടും വരും. ഹെസസ് ലോ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പോൾ ഹെസസ് ലോ വരും.
അത് എന്തായാലും പഠിച്ചു വെച്ചോളൂ. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്ന ക്വസ്റ്റനും കൂടിയും പഠിച്ചു വെച്ചോളൂ. അപ്പോൾ കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഫ്രം ദ ഫോളോയിങ്. ഇതൊക്കെയാണ് ഡേറ്റാസ്. മാർച്ച് 2019 ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ഹെസ്സസ് ലോ എന്താണെന്ന് ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് മുമ്പത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ബീത്ത് ക്വസ്റ്റൻ ആകുമ്പോൾ ചെയ്യണേ ദ റിക്വയർഡ് ഇക്വേഷൻസ്. എങ്ങനെയാണ് റിക്വയർഡ് ഇക്വേഷൻ കിട്ടിയേ? നമുക്കറിയാം ഇപ്പോൾ ഇനി കണ്ടുപിടിക്കേണ്ടത് CH3OH ആണെന്ന് അറിയാം. അപ്പോൾ CH3OH കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ CH3OH എന്തൊക്കെയുണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവർ മൂന്നും ഒരുമിച്ചിട്ടായിരിക്കണം CH3OH ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിക്വയർഡ് ഇക്വേഷൻസ് C ഗ്രഫൈറ്റ് പ്ലസ് H2. ആദ്യം സ്കെൽറ്റൽ ഇക്വേഷൻ ഇത്. സ്കെൽറ്റൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്യാത്തത്. അപ്പോൾ C ഗ്രാഫൈറ്റിന് അത് ക്വസ്റ്റനിൽ തന്നുകൊണ്ട് ഞാൻ ഗ്രാഫൈറ്റിന് എഴുതിയാണ്. ജസ്റ്റ് C സോളിഡ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ക്വസ്റ്റനിൽ തന്ന പോലെ എഴുതുക. നമ്മൾ പറഞ്ഞ പോലെ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു മാർക്ക് പോലും കളയരുത്. അപ്പോൾ C ഗ്രാഫൈറ്റ് പ്ലസ് H2 എന്ന് മാത്രമേ എഴുതുക. അപ്പോൾ സ്കെൽറ്റൽ ഇക്വേഷൻ ആണ് എഴുതുന്നത്. അപ്പോൾ H2 ഗേഷ്യസ് സ്റ്റേറ്റിൽ പ്ലസ് O2 ഗേഷ്യസ് സ്റ്റേറ്റിൽ CH3OH ലിക്വിഡ് സ്റ്റേറ്റിൽ. മെത്തനോൾ ആണല്ലോ, സോ ലിക്വിഡ് ആണ്. ഇനി എങ്ങനെ ബാലൻസ് ചെയ്യാമെന്നാണ് പറഞ്ഞു തരുന്നത്. C ലെഫ്റ്റിൽ വരണല്ലേ, റൈറ്റിലും വരണം. ഇനി Hൻ്റെ കേസ് നോക്കാം. H ഇവിടെ 2 ഇല്ലെങ്കിൽ H 2 എണ്ണല്ലേ ഉള്ളൂ. ഇവിടെ H 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ 4 എണ്ണാക്കാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 4 എണ്ണായി H. ഇനി അടുത്തത് O2 നമുക്കിപ്പോൾ ഹാഫ് ഇവിടെ ഇല്ലയെന്ന് വിചാരിക്കാം. അപ്പോൾ O2 2 എണ്ണാണുള്ളത്. ഇവിടെ ആ ഒരെണ്ണം ഉള്ളൂ. അപ്പോൾ പകുതിയാക്കിയാൽ പോരെ, ഒരെണ്ണായില്ലേ, സോ ഹാഫ് ഇട്ടു. ഇങ്ങനെയാണ് ബാലൻസ് ചെയ്യുക. ഓക്കെ, ദ ഗിവൻ ഡേറ്റാസ് ആർ എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന ഡാറ്റ ഫുള്ള് എഴുതുക. അതിനെ ഫസ്റ്റ് തന്നിരിക്കുന്നതിന് ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് തന്നിരിക്കുന്നത് സെക്കൻഡ് ഇക്വേഷൻ, തേർഡിൽ തന്നിരിക്കുന്നത് തേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് എഴുതുക. ഇനി നമുക്ക് വേണ്ട ഇക്വേഷൻ C പ്ലസ് 2H2 പ്ലസ് ഹാഫ് O2 ഗിവ്സ് CH3OH എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് CH3OH എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഇക്വേഷനാണ്. അപ്പോൾ ആ ഇക്വേഷനെ തിരിച്ചിടണം, അതായത് റിവേഴ്സ് ചെയ്യണം. സോ ഓൺ റിവേഴ്സിങ് ഇക്വേഷൻ 1 വി ഗെറ്റ് CO2 ഗേഷ്യസ് സ്റ്റേറ്റിൽ പ്ലസ് 2H2O ലിക്വിഡ് സ്റ്റേറ്റിൽ ഗിവ്സ് CH3OH ലിക്വിഡ് സ്റ്റേറ്റിൽ പ്ലസ് 3/2 O2 ഗേഷ്യസ് സ്റ്റേറ്റിൽ ΔRH0 726 kJ/mol. മൈനസ് ആയിരുന്നു നേരത്തെ. റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ആ വാല്യൂം കൂടിയും, അതായത് ΔH എൻതാൽപ്പി വാല്യൂം കൂടി നമ്മൾ റിവേഴ്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ 726 kJ/mol ആയി. അത് ഫോർത്ത് ഇക്വേഷൻ കിട്ടും. ഇനി അടുത്തത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? C പ്ലസ് O2 ഗിവ്സ് CO2 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആയിരുന്നു. അത് നമുക്ക് അങ്ങനെ തന്നെ മതി അല്ലേ, വേറെ ചേഞ്ചസ് ഒന്നും ഇനി അതിൽ വേണ്ട. കാരണം C നമുക്ക് എന്തായാലും ലെഫ്റ്റിൽ തന്നെയാണ് വേണ്ടത്. അപ്പോൾ കുഴപ്പമില്ല, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. കാരണം നമുക്ക് Cയും O2 ഒക്കെ ലെഫ്റ്റിൽ തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ തേർഡ് ഇക്വേഷനിലേക്ക് പോകും. തേർഡ് ഇക്വേഷനിൽ നിന്ന് പോകുമ്പോൾ നോക്കൂ, H2 പ്ലസ് ഹാഫ് O2 ഗിവ്സ് H2. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ H2 എന്നല്ല വേണ്ടത്, നമുക്ക് 2H2 എന്നാണ് വേണ്ടത് അല്ലേ. സോ എന്ത് ചെയ്യണം? ആ തേർഡ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓൺ മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ 3/2 we get 2H2 plus O2 giving 2H2. അപ്പോൾ എന്തായി? നമ്മൾ എൻതാൽപ്പി വാല്യൂവിനും കൂടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ΔRH0 is equal to -2 × 286. അപ്പോൾ -572 kJ/mol കിട്ടി. ആണ് ഫിഫ്ത്ത് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് വേണ്ട ഇക്വേഷൻസ് ഏതൊക്കെയാണ്? സെക്കൻഡ് ഇക്വേഷൻ, ഫോർത്ത് ഇക്വേഷൻ, ഫിഫ്ത്ത് ഇക്വേഷൻ. ഇനി എല്ലാത്തിനും ആഡ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഇതായിരുന്നു, C പ്ലസ് O2 ഗിവിങ് CO2. ΔRH0 വാല്യൂ ഉണ്ട്. പിന്നെ നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ CO2 പ്ലസ് 2H2O ഗിവ്സ് CH3OH പ്ലസ് 3/2 O2 എന്നായിരുന്നു. അത് നമ്മൾ അങ്ങനെ എഴുതി. ΔRH0 ഉണ്ട്. പിന്നെ 2H2 പ്ലസ് O2 ഗിവിങ് 2H2O എന്നായിരുന്നു നമ്മുടെ ഫിഫ്ത്ത് ഇക്വേഷൻ അല്ലേ. ഇപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്യേണ്ടത്, ക്യാൻസൽ ചെയ്ത് കളയേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്യുക. പെൻസിൽ കൊണ്ട് ക്യാൻസൽ ചെയ്താൽ മതി, പേന കൊണ്ട് ചെയ്യേണ്ട കേട്ടോ എക്സാമിന്. സോ എങ്ങനെ ക്യാൻസൽ ചെയ്യുക? ആദ്യം കാർബണിൻ്റെ നോക്കുക. കാർബൺ നമുക്ക് ആവശ്യമുള്ളത്, അപ്പോൾ എന്തായാലും കട്ട് ചെയ്ത് കളയേണ്ട. ഓക്സിജൻ നമ്മൾക്ക് ആവശ്യമുള്ളതാണ്, അപ്പോൾ അതും ക്യാൻസൽ ചെയ്യേണ്ട. ആവശ്യമില്ലാത്ത ഇനി അടുത്തത് CO2 ആണ്, റൈറ്റ് സൈഡിലുള്ളത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ വല്ല CO2 ഉണ്ടോ നോക്കുക. റൈറ്റിലൊരു CO2 ഉണ്ട്, ലെഫ്റ്റിലൊരു CO2 ഉണ്ട്. അപ്പോൾ ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി H2O നമുക്ക് വേണ്ട. അപ്പോൾ H2O ലെഫ്റ്റിലുണ്ട്, റൈറ്റിൽ വല്ല H2O സെയിം എമൗണ്ടിൽ തന്നെ ഉണ്ടോ എന്ന് നോക്കുക. സെയിം എമൗണ്ട് ആണെങ്കിൽ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു H2Oയും ഇവിടെ 2 H2O ആണെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. കട്ട് ചെയ്യാം, പക്ഷേ ഇവിടെ ഒരു H2O ബാക്കി വരും. ആ ഒരു രീതിയിൽ ഇവിടെ ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് മാത്രം നോക്കുക. 2H2O ഇവിടുന്ന് ക്യാൻസൽ ചെയ്തു, 2H2O ഇവിടെ ക്യാൻസൽ ചെയ്തു. ഇനി CH3OH നമുക്ക് ആവശ്യമുള്ളതാണ്, റൈറ്റിൽ തന്നെ കിടന്നോട്ടെ. 3/2 O2 നമുക്ക് ആവശ്യമുള്ളതാണ്, H2 O2 ഒക്കെ ആവശ്യമുള്ളതാണ്. ഇനി ഒന്നും കളയാനില്ല അല്ലേ. അപ്പോൾ നമ്മളിതെല്ലാം കൂടി കൂട്ടി എഴുതുമ്പോൾ എന്തുണ്ടാവും? C സോളിഡ് സ്റ്റേറ്റിൽ പ്ലസ് 2O2 പ്ലസ് 2H2O ഗിവ്സ് CH3OH പ്ലസ് 3/2 O2. അപ്പോൾ ΔRH0 എന്ത് വരും? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് -239 kJ/mol എന്ന് വരും. ഇനി നമുക്ക് ഇവിടെ നിന്നും ക്യാൻസൽ ചെയ്ത് കളയാനുണ്ട് അല്ലേ. ഇവിടെ 2 O2 ഉണ്ട്, ഇവിടെ 3/2 O2 ഉണ്ട്. ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഇവിടെ ഹാഫ് O2 ബാക്കിയിട്ട് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് C ഗ്രഫൈറ്റ്
plus 2H2 plus half O2 gives CH3OH liquid state. Delta R H naught is equal to minus 239 kilojoule per mole. ഇതാണ് നമുക്ക് വേണ്ട ആൻസർ. Okay, 7th question, differentiate state function from path functions and give one example each. August 2018 ചോദിച്ചതാണ് കേട്ടോ. അതായത് സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഓരോന്നിനും ഓരോ എക്സാമ്പിൾ കൊടുക്കുക. അപ്പോൾ ഞാനത് വീണ്ടും എഴുതണില്ല, കാരണം മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഡിസ്കസ് ചെയ്തുകൊണ്ടും വീണ്ടും എഴുതി സമയം കളയേണ്ട വെച്ചിട്ടാണ് കേട്ടോ. എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റിനാണ് പെട്ടെന്ന് വീഡിയോസ് വേണം. സോ അതുകൊണ്ടാണ് കേട്ടോ. സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഓരോന്നിനും ഓരോ എക്സാമ്പിൾ കൊടുക്കുക. അപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും പഠിച്ച് വയ്ക്കുക. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, അങ്ങനെ കുറേ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കുറേ ടേംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ച് വയ്ക്കുക. എന്തായാലും ചോദിക്കും, ഡിഫറൻസിയേഷൻ അല്ലേ അപ്പോൾ കിട്ടിക്കോളും എന്ന് വിചാരിച്ചിട്ട് പോകരുത്, അത് പഠിച്ച് വയ്ക്കുക. ഇനി അടുത്തത് 8th question. ഫസ്റ്റ് ലോ ഓഫ് thermodynamics can be stated as delta U is equal to Q plus W. How can this equation be expressed for an isothermal reversible change, a process carried out at constant volume? August 2018 ചോദിച്ചതാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഒരു ഐസോതെർമൽ റിവേഴ്സിബിൾ ചേഞ്ചിനാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഇക്വേഷൻ ഉണ്ടാവുക? പിന്നെ കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണെങ്കിൽ അപ്പോൾ ഇക്വേഷൻ എന്ത് പറ്റും? അതാണ് ചോദിച്ചത്. അപ്പോൾ എങ്ങനെ ആൻസർ ചെയ്യുക? ഐസോതെർമൽ ആയിട്ടുള്ളൊരു റിവേഴ്സിബിൾ ചേഞ്ച് ആണ് അവിടെ വരണമെങ്കിൽ ഡെൽറ്റ യു എന്തുണ്ടാവും? 0 ആവും. ഐസോതെർമൽ ചേഞ്ച് അവിടെ വന്നാൽ, ഐസോതെർമൽ ആയിട്ടുള്ളൊരു കണ്ടീഷൻ അവിടെ വന്നാൽ ഡെൽറ്റ യു 0 ആയിരിക്കും ഫോർ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് ഐസോതെർമൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ യു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവും? ഡെൽറ്റ യു ഇസ് ഇക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു അല്ലേ? അപ്പോൾ 0 ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു, ക്യൂ ഇസ് ഇക്വൽ ടു മൈനസ് ഡബ്ല്യു, അങ്ങനെ വരും. ഇനി ഫോർ എ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിൽ എന്തുണ്ടാവും? ഡെൽറ്റ വി 0 ആവും അല്ലേ? ഡെൽറ്റ വി 0 ആകുമ്പോൾ ഡെൽറ്റ യു എന്തുണ്ടാവും? ക്യൂ വി ആവും. അപ്പോൾ അതും കൂടി പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തത് 9th question ആണ്. എൻതാൽപ്പി ഈസ് എ ഫോർമേഷൻ ഓഫ് സം കമ്പൗണ്ട്സ്. കമ്പൗണ്ട് തന്നിട്ടുണ്ട്, എൻതാൽപ്പി ഓഫ് ഫോർമേഷനും തന്നിട്ടുണ്ട്. യൂസിങ് ദീസ് ഡേറ്റ കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഫോർ N2O4 gaseous സ്റ്റേറ്റിൽ പ്ലസ് 3CO gaseous സ്റ്റേറ്റിൽ ഗിവ്സ് N2O gaseous സ്റ്റേറ്റിൽ പ്ലസ് 3CO2 gaseous സ്റ്റേറ്റിൽ. ഓഗസ്റ്റ് 2018 ചോദിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് ചെയ്യുക? എളുപ്പമാണ് അല്ലേ? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണോ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞേണേന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ഹരിബറിയായിട്ട് ചെയ്താൽ ഫുൾ തെറ്റും. അപ്പോൾ ശ്രദ്ധിച്ച് വായിച്ചിട്ട് ചെയ്താൽ മതി. കാൽക്കുലേറ്റ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ് ചോദിച്ചത്. അപ്പോൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഡെൽറ്റ ആർ എച്ച് നോട്ട് ഇസ് ഈക്വൽ ടു സിഗ്മ ഡെൽറ്റ എഫ് എച്ച് നോട്ട് പി മൈനസ് സിഗ്മ ഡെൽറ്റ എഫ് എച്ച് നോട്ട് ആർ എഴുതാം. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് സൈഡിൽ എന്തൊക്കെയാണുള്ളത്? N2O CO2 അല്ലേ? 3 CO2. അപ്പോൾ ഡെൽറ്റ എഫ് എച്ച് നോട്ട് N2O പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ എഫ് എച്ച് നോട്ട് CO2 മൈനസ് റിയാക്ടൻ സൈഡിൽ N2O4ഉം 3CO ആണ് ഉള്ളത്. ഡെൽറ്റ എഫ് എച്ച് നോട്ട് N2O4 പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ എഫ് എച്ച് നോട്ട് CO. ഇനി നമ്മൾക്ക് ഡെൽറ്റ എഫ് എച്ച് നോട്ട് ഓഫ് N2 എന്താ തന്നെയാണ്? 81 അല്ലേ? സോ 81 പ്ലസ് 3 ഇൻറ്റു, ഇനി നമുക്ക് ഡെൽറ്റ എഫ് എച്ച് നോട്ട് ഓഫ് CO2 എന്താ തന്നെയാണ്? മൈനസ് 393. അപ്പോൾ മൈനസ് 393 മൈനസ് ഡെൽറ്റ എഫ് എച്ച് നോട്ട് ഓഫ് N2O4 എന്താ തന്നെയാണ്? 9.7. അപ്പോൾ 9.7 പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ എഫ് എച്ച് നോട്ട് CUൻ്റെ എന്താ തന്നെയാണ്? മൈനസ് 110. മൈനസ് 110. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൈനസ് 777.7 കിലോ ജൂൾ പെർ മോളിൽ കിട്ടി. ഓക്കെ, ബ്രാക്കറ്റൊന്നും ഇടാൻ മറക്കരുത്, തെറ്റിക്കരുത്. കാൽക്കുലേഷൻസ് ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത 10th question. What is meant by entropy of a system? What happens to the entropy during the following changes? When a gas condenses into liquid, CaCO3 get converts into CaO plus CO2. മാർച്ച് 2018 ചോദിച്ചത് കേട്ടോ. അപ്പോൾ ആദ്യം ചോദിച്ചത് ഒരു സിസ്റ്റത്തിന് എൻട്രോപ്പി എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ എഴുതുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക കേട്ടോ, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. സോ എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം എന്താണെന്ന് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. അപ്പോൾ ഈ കണ്ടീഷൻസിൽ, A-B കണ്ടീഷൻസിൽ എന്താണ് എൻട്രോപ്പിക്ക് സംഭവിക്കാൻ നോക്കാം. ഒരു ഗ്യാസ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡായി. ഗ്യാസ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആവാന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാസൊക്കെ ഒരുമിപ്പിച്ച് ലിക്വിഡായി മാറി. അപ്പോൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഡിസോർഡർനെസ് കൂടുതലാണ് അല്ലേ? എങ്ങോട്ട് വേണമെങ്കിലും ഓടി നടക്കാം. അപ്പോൾ ഗ്യാസിൻ്റെ ഡിസോർഡർനെസ് കൂടുതലാണ്, ലിക്വിഡിൻ്റെ ഡിസോർഡർനെസ് കുറവാണ് അല്ലേ? അധികം സ്ഥലമില്ല, ഗ്യാസിൻ്റെ അത്ര സ്ഥലമില്ല. അപ്പോൾ എന്തുണ്ടാവും? എൻട്രോപ്പി കുറയല്ലേ ചെയ്യുക. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് അല്ലേ? എത്രകൊണ്ട് ഡിസോർഡർനെസ് അല്ലെങ്കിൽ റാൻഡംനെസ് ഒക്കെ ഉണ്ടെന്നാണ് പറയണേ. അപ്പോൾ ഇവിടെ ഗ്യാസ് ലിക്വിഡായി മാറി. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഇരിക്കണേ. അപ്പോൾ ഗ്യാസിലുണ്ടായിരുന്ന അത്ര റാൻഡംനെസ് ഇവിടെ ഇല്ല. അപ്പോൾ എന്തായി? എൻട്രോപ്പി ഡിക്രീസ് ആവുകയാണ് ചെയ്തത്.
ഇനി അടുത്തത് CaCO3 ഗെറ്റ് കൺവേർട്ട്സ് ഇൻ ടു CaO പ്ലസ് CO2. അപ്പോൾ CaCO3 കൺവേർട്ട് ചെയ്ത് CaOയും CO2 ആയി. അതായത് സോളിഡ് ആയിട്ടിരുന്ന ഒരാൾ സോളിഡും ഗേഷ്യസ് ആയി. ഗേഷ്യസ് ഉണ്ട് അല്ലേ? അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് ഗ്യാസ് കിട്ടി അല്ലേ? അപ്പോൾ ഡിസോർഡർനെസ് കൂടി, അപ്പോൾ എൻട്രോപ്പി കൂടി. ഇനി അടുത്ത 11th question. Write the thermochemical equation corresponding to the standard enthalpy of formation of benzene. Delta F H naught of benzene തന്നിട്ടുണ്ട്. അപ്പോൾ thermochemical equation ആണ് പറയാൻ പറഞ്ഞത്. ബെൻസീൻ ഉണ്ടാവണേൻ്റെ thermochemical equation എന്തായിരിക്കും? ബെൻസീൻ എന്ന് പറഞ്ഞാൽ C6H6, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ എന്തൊക്കെ വേണം? കാർബണും വേണം, ഹൈഡ്രജനും വേണം. ആദ്യം ജസ്റ്റ് ഒന്ന് സ്കെൽറ്റൽ ഇക്വേഷൻ എഴുതാം. C സോളിഡ് ആണെന്ന് അറിയാം. ഫിസിക്കൽ സ്റ്റേറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ. തെർമോഡൈനാമിക്സിൽ ഫിസിക്കൽ സ്റ്റേറ്റ് എഴുതിയില്ലെങ്കിൽ മാർക്ക് പോകും. അപ്പോൾ ഇവിടെ കാർബൺ സോളിഡ് ആണെന്ന് അറിയാം, പ്ലസ് ഹൈഡ്രജൻ H2 ഗ്യാസ് ആണെന്ന് അറിയാം, ഗിവ്സ് C6H6 ലിക്വിഡ് ആണെന്ന് അറിയാം. ബെൻസീൻ ഒരു ലിക്വിഡാണ്. അപ്പോൾ ഡെൽറ്റ എഫ് എച്ച് നോട്ട് ഈസ് ഈക്വൽ ടു 49 kJ/mol. അത് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ട അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇനി നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ ബാലൻസ്ഡ് ആയിരിക്കണം കേട്ടോ. തെർമോകെമിക്കൽ ഇക്വേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ 6 ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു 6 ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ 6H ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. 3 എന്നിട്ട് കൊടുത്ത് 6 ആയില്ലേ? സോ 6 ഹൈഡ്രജനെ. ഇങ്ങനെയാണ് ബാലൻസ് ചെയ്യുക. ഇനി അടുത്തത് 12th ഇക്വേഷൻ. ദ റിയാക്ഷൻ ഓഫ് എ സൈനമൈഡ് NH2CN വിത്ത് ഡൈഓക്സിജൻ വാസ് ക്യാരിഡ് ഔട്ട് ഇൻ എ ബോൺ കലോറിമീറ്റർ ആൻഡ് ഡെൽറ്റ U വാസ് ഫൗണ്ട് ടു ബി -742.7 kJ/mol at 298 Kelvin. കാൽക്കുലേറ്റ് എൻതാൽപ്പി ചേഞ്ച് ഫോർ ദ റിയാക്ഷൻ അറ്റ് 298 Kelvin. മാർച്ച് 2018 ചോദിച്ചതാണ്. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ ഇവരിതിൽ പറഞ്ഞത് എന്താ? ബോം കലോറിമീറ്റർ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ജസ്റ്റ് നമുക്ക് എന്തൊക്കെ ഡാറ്റാസ് തന്നിട്ടുണ്ടെന്ന് ആദ്യം എഴുതുക, എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് എഴുതുക. അപ്പോൾ തന്നെ ഒരു ഐഡിയ വരും. ബിലീവ് മീ, അതൊരു ഐഡിയ കിട്ടും ഉറപ്പായിട്ടും. ഓക്കെ, എന്താണ് തന്നിരിക്കുന്നത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഡെൽറ്റ U വാസ് ഫൗണ്ട് ടു ബി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് ഒരു വാല്യൂ. അപ്പോൾ ഡെൽറ്റ U നമുക്ക് കിട്ടി -742.7 kJ/mol ആണെന്ന്. പിന്നെ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് 298 Kelvin. പിന്നെ എൻതാൽപ്പി ചേഞ്ചാണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ H എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ Hഉം Tയും ഡെൽറ്റ U ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ H ഇസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ NRT. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക ഡെൽറ്റ U ഇസ് ഈക്വൽ ടു ഡെൽറ്റ H മൈനസ് ഡെൽറ്റ NRT എന്നാവും. സെയിം തന്നെയാണ്, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി, സെയിം ആവും. അപ്പോൾ ഡെൽറ്റ H ഇസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ NRT. അപ്പോൾ നമുക്ക് ഇതിൽ എന്താ വേണ്ടത്? ഇനി ഡെൽറ്റ H നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. ഡെൽറ്റ U നമ്മുടെ കയ്യിലുണ്ട്. ഡെൽറ്റ N ഇല്ല അല്ലേ? സോ ഡെൽറ്റ N എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് എന്താ? പ്രോഡക്റ്റ് സൈഡ് N2 CO2 H2 ഇവരൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗേഷ്യസ് ഫേസിലിരിക്കണവരെ മാത്രമാണ് എടുക്കേണ്ടൂ കേട്ടോ. ലിക്വിഡ് ഫേസിലാണ് H2 ഇരിക്കണം, അതിനെ എടുക്കണ്ട. സോ 2 എണ്ണല്ലേ ഉള്ളൂ. 2 മൈനസ് ഇവിടെ ഗേഷ്യസ് ഫേസിൽ 2 പേരുണ്ടല്ലേ? അപ്പോൾ 3/2 പ്ലസ് 1 5/2. സോ 2 മൈനസ് 5/2 മൈനസ് 1/2 ആണ് ഡെൽറ്റ N വരിക. ഇനി നമുക്ക് വേണ്ടത് R ആണ്. Rന് നമുക്കറിയാം, കോൺസ്റ്റൻ്റ് ആയ കാരണം നമ്മൾ വാല്യൂസ് അറിയാം. അപ്പോൾ 8.314 Joule/Kelvin/mol ആണ്. ഇനി T നമുക്ക് തന്നിട്ടുണ്ട്. സോ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് -743.938 × 10⁻³ Joule/mol. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മളിതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ടിൽ ദെൻ, താങ്ക് യു.